ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ചാൾസ്. സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ 3 കിഡിലൻ ത്രില്ലർ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. ഡയറക്ട് ചെയ്തിരിക്കുന്നത് സരൂപ് സത്യൻ. മുഖ്യ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് കലാഭവൻ ഷാജോൺ, സുധീർ കരമന, ബൈജു, അനുമോൾ. 10-30 വർഷം പോലീസിൽ സേവനം അനുഷ്ഠിച്ച് റിട്ടയർമെന്റിന് ശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു സിനിമ. നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ക്രൈം ത്രില്ലർ മൂവി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ മൂവി ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിൽ സിനിമ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ചിത്രം സെക്ടർ 36. 2006 നോയിഡയിൽ നടന്ന നിഠാരി സീരിയൽ കില്ലിംഗ് കേസിനെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രം. തിയേറ്റർ റിലീസ് ആയിരുന്നില്ല, നെറ്റ്ഫ്ലിക്സിലാണ് ഈ മൂവി റിലീസായത്. മെയിൻ ക്യാരക്ടർ വിക്രാന്ത് വാസെ, 12th ഫെയിൽ, ഹസീന ദിൽറുബ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങൾ. എനിക്ക് കുറച്ചുകൂടിയും ഹീറോനേക്കാളും, അതായത് ഇതിലത്തെ മെയിൻ ക്യാരക്ടറായ വിക്രാന്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ പോലീസ് കഥാപാത്രത്തെയാണ്. പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദീപക് ഡോബ്രിയാൽ. എനിക്ക് മുന്നത്തെ മൂവീസ് ഏതാണെന്ന് അത്ര ഫെമിലിയർ അല്ല, എന്നാലും ഈ മൂവിയിലാണ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാരക്ടർ കുറച്ച് വീക്കായിട്ട് തോന്നി ബാക്കി ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. സീരിയൽ കില്ലിംഗ്, ക്രൈം ത്രില്ലർ ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഡെഫിനറ്റ്ലി ആയിട്ടും ഈ മൂവി ഇഷ്ടപ്പെടും. ആ മൂവി നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ ചിത്രം ഉലജ്, ഒരു സ്പൈ ത്രില്ലർ ജോണറിൽപ്പെട്ട സിനിമയാണ്. ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ജാൻവി കപൂർ, പിന്നെ നമ്മുടെ മലയാളത്തിലെ സ്വന്തം റോഷൻ മാത്യൂസ്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് ഓഫീസ് ബോംബായിരുന്നു സിനിമ. കാരണം 35 കോടി മുടക്കി 11 കോടി കിട്ടിയ ഒരു അട്ടർ ഫ്ലോപ്പ് മൂവിയായിരുന്നു അത്. സ്ക്രിപ്റ്റിലുള്ള ചെറിയൊരു പോരായ്മയാണ് ചിത്രം ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ റീസൺ. കാരണം ഓൾറെഡി ഒരുപാട് വട്ടം ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ ടെററിസം, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ് വരുന്നത്. OTT പ്ലാറ്റ്ഫോമിൽ വാച്ച് ചെയ്യാനൊക്കെ വെർത്തായിട്ടുള്ള മൂവിയാണ്. ചിത്രം നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീക്കെൻഡിലും ദസറ ഹോളിഡേയ്സിനും ഒക്കെ നിങ്ങൾ മൂവി ലവേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 3 ത്രില്ലർ മൂവി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI, അതുപോലെ സെക്ടർ 36 ആൻഡ് ഉലജ്. ഈ മൂവി റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. താങ്ക്